ഞങ്ങൾ MES KVM കോളേജ് വളാഞ്ചേരിയിലെ PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ റിസർച്ച് ആൻഡ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സും KSWDC വിമൺസ് സെല്ലും ജോയിൻലി ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഇന്റർവ്യൂയിലേക്ക് ഞങ്ങൾ അഡ്വക്കേറ്റ് നിഷ മാമിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതിയിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. കുട്ടികൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയതിനും ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ചെയ്യുന്നതിനും ഒരുപാട് അഭിനന്ദനങ്ങൾ. കാലിക പ്രസക്തിയുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇത്തരം ഒരു ഡോക്യുമെൻ്ററി ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്തായാലും അതിനവരെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. താങ്ക് യു. മാം, ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനുള്ള മോട്ടീവ് എന്തായിരുന്നു? ആക്ച്വലി എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ അമ്മ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ അമ്മ ഉച്ചഭക്ഷണം കൊണ്ടുപോകും. ഉച്ചഭക്ഷണം കൊണ്ടുപോകുമ്പോൾ അമ്മ പലപ്പോഴും കഴിക്കാറില്ല. സ്കൂളിൽ ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് അമ്മ ഈ ഭക്ഷണം കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ അത് തന്നെയായിരുന്നു. സോഷ്യൽ സർവീസ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകളെ, സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ മോട്ടീവ്. പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ജോലി വേണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ LLB ചൂസ് ചെയ്തത്. ഇനീഷ്യലി വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യം. അന്നത്തെ കാലത്ത് ഞാനൊരു 25 വർഷമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട്. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ അത്ര കോമൺ ആയിട്ട് പോകുന്ന ഒരു ജോബ് ആയിരുന്നില്ല അഡ്വക്കസി എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പറയാനുള്ള ആരും എൻ്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരുമായിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഒരു വലിയ ബേജാറുണ്ടായിരുന്നു പ്രൊഫഷനിൽ പോകാൻ. പക്ഷെ ഞാൻ എന്തായാലും വാശി പിടിച്ചാണ് LLBക്ക് ചേർന്നത്. ഇതുവരെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. എന്തായാലും അതൊരു വലിയ സന്തോഷം. ഒരു കേസ് ഏറ്റെടുത്താൽ അതിന്റെ സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള പ്രൊസീജിയേഴ്സ് എന്തെല്ലാമാണ്? കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 2 തരത്തിലുള്ള കേസുകളുണ്ട്. സിവിൽ കേസുകളുണ്ട്, ക്രിമിനൽ കേസുകളുണ്ട്. സിവിൽ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളായിരിക്കും. ക്രിമിനൽ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എടുക്കുന്ന അല്ലെങ്കിൽ ഒഫൻസീവ് ആയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കേസുകളായിരിക്കും. സിവിൽ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പരാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ മണി ട്രാൻസാക്ഷൻ ആണോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസാക്ഷനോ, ഇപ്പോൾ അതിർത്തി തർക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇനീഷ്യലി നമ്മൾ സിവിൽ കോടതിയിലാണ് സമീപിക്കുക. ആദ്യം ഒരു അന്യായം ഫയൽ ചെയ്യും, അതിന്റെ നോട്ടീസ് ഓപ്പോസിറ്റ് പാർട്ടിക്ക് പോവും, പിന്നെ അവർ അപ്പിയർ ചെയ്യും, പിന്നെ അവർ കോടതിയിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂസ്, കോടതി എന്തിന്റെ മുകളിലാണ് വാദം കേൾക്കേണ്ടതെന്നുള്ള നിലപാടിൽ ഇഷ്യൂസ് ഫ്രെയിം ചെയ്യും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ കോടതി പിന്നെ വാദത്തിലേക്ക് ട്രയൽ നടത്തും. എന്ന് വെച്ചാൽ വിചാരണ നടത്തും. 2 പാർട്ടീസിന്റെയും വിചാരണ നടത്തും. അതിൽ നിന്നുള്ള ഒരു കൺക്ലൂഷന്റെ ഭാഗമായിട്ടാണ് ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് പുറത്തേക്ക് വരിക. ക്രിമിനൽ കേസിൽ നേരെ തിരിച്ചാണ്. ഒരു പരാതി ഉണ്ടായെങ്കിൽ ഒബ്വിയസ്ലി അത് ആദ്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. പോലീസ് ജെന്യൂൻ കേസ് ആണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യും. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതിനെ അറസ്റ്റ് ചെയ്യേണ്ട കേസുകളാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ചില കേസുകളിൽ ഇപ്പോൾ അഗ്രസീവ് ഒഫൻസുകളാണെങ്കിൽ പ്രതിയെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാം. അതല്ലാത്ത കേസുകളിലാണെങ്കിൽ പോലീസ്, ചെറിയ മൈനർ ഒഫൻസുകളാണെങ്കിൽ പോലീസ് പ്രതിയെ വിളിച്ചു വരുത്തി നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു പരാതി തന്നിട്ടുണ്ട്, നിങ്ങൾ നിയമത്തിന് നേരിടണം എന്ന് പറഞ്ഞൊരു 41 നോട്ടീസ് കൊടുക്കും അവർക്ക്. അങ്ങനെ പിന്നെ അവർക്ക് അത് കഴിഞ്ഞ് പോലീസ് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതി പ്രതിക്ക് സമൻസ് അയക്കും. ഈ പ്രതിക്ക് സമൻസ് അയച്ചു കഴിഞ്ഞാൽ പ്രതി കോടതിയിൽ ഹാജരാവണം, ജാമ്യം എടുക്കണം. ജാമ്യം എടുത്തു കഴിഞ്ഞാൽ കുറ്റപത്രം കോടതി വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം പിന്നെ സാക്ഷികൾക്ക് സമൻസ് അയക്കും. അതാണ് സമൻസ് അയച്ച് വീണ്ടും ഇത് സിവിൽ കേസ് പോലെ തന്നെ ട്രയൽ നടത്തും, വിചാരണ നടത്തും. ഈ സാക്ഷികളെ വിചാരണ ചെയ്ത് ഈ പ്രതി ചെയ്ത കുറ്റം സാക്ഷി തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ പ്രതിനെ ശിക്ഷിക്കുന്നുള്ള നടപടികളുമായിട്ട് പോകും. അപ്പൊ അത് 2 തരത്തിലാണ് കേസുകൾ വരുന്നത്, സിവിൽ ആയിട്ടാണെങ്കിലും ക്രിമിനൽ ആയിട്ടാണെങ്കിലും. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തതിന്റെ ഫലമായി എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? സ്ത്രീ എന്ന നിലയ്ക്ക് പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രൊഫഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന കുട്ടികൾക്ക് വലിയ പ്രതിസന്ധികളൊന്നുമില്ല. പക്ഷെ എന്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നല്ല പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാരമ്പര്യമായി എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു സീനിയറുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ സാമ്പത്തികമായുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് നമുക്ക് നേരിടേണ്ടി വരും. നമുക്ക് ഒരു സ്വന്തമായി വർക്ക് വരുന്നത് വരെയൊക്കെ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നത് വരെ നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല.
ഇന്നിപ്പോ നമ്മുടെ ഓഫീസിൽ വരുന്ന ജൂനിയേഴ്സിന് എന്തായാലും നമ്മൾ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് കോടതിയിൽ നിന്നുള്ള കമ്മീഷൻ കിട്ടാറുണ്ട് സാമ്പത്തികമായിട്ട്. നമ്മളെ ജൂനിയേഴ്സ് നമ്മൾ കടന്നു വന്ന പാതകൾ ദുർഘടമായതുകൊണ്ട് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കൂടെ വരുന്ന കുട്ടികളെ നമ്മൾ സാമ്പത്തികമായി അവരെ ഒന്ന് സ്റ്റെബിലിറ്റി വരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ സ്ത്രീ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോഷ്യലി അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ അതിന് നിന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ സത്യം. നമ്മൾ ഒപ്പം നിന്ന് നടന്നു പോയിട്ടുണ്ടായിരുന്നു. ആദ്യമായി ഒരു കേസ് ഡീൽ ചെയ്ത സമയത്ത് മാമിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആദ്യമായി ഒരു കേസ് പോക്സോ ആണോ ഉദ്ദേശിക്കുന്നത്? അതെ. പോക്സോ ഞാൻ 2020 ഫെബ്രുവരി 28 പോക്സോ പ്രോസിക്യൂട്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് പാലക്കാട് സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലായിരുന്നു. അവിടെ ആദ്യമായി വിചാരണ നടത്തിയ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ കുട്ടികളെ സ്കൂളിലെ ബസ് ഡ്രൈവർ സെക്ഷലി അബ്യൂസ് ചെയ്തൊരു കേസായിരുന്നു. 3-4 കുട്ടികൾ. അപ്പൊ അവർക്ക് അറിയില്ലായിരുന്നു ഈ കേസ് നടത്തേണ്ട കേസാണോ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്ഷൽ അബ്യൂസ് ആണ്. സൊസൈറ്റി അവരെ എങ്ങനെ കാണും, മോശമായി. ഇത് കുറ്റം ചെയ്ത ആളെക്കാളും കുറ്റത്തിനിരയായ ആളുകളെയാണ് സൊസൈറ്റി മോശമായി ചിത്രീകരിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് വളരെ എന്താ പറയാ, സോഷ്യലി ബാക്ക്വേർഡ് ആയ കുട്ടികളുമായിരുന്നു. ഒരു ഗവൺമെന്റ് സ്കൂളിലെ ഒരു സോഷ്യലി ബാക്ക്വേർഡ് ആയ കുട്ടികളായിരുന്നു. അപ്പൊ അവരെയാണ് നമ്മൾ അവരുടെ പാരന്റ്സിനെയൊക്കെ വിളിച്ച് നമ്മൾ സംസാരിച്ച് അവരോട് അതൊരു കണ്ടസ്റ്റിംഗ് മോഡിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോ ആ കേസിൽ ആ പ്രതിയെ 4 കുട്ടികളുണ്ടായിരുന്നു. ഈ 4 കേസിലും നമുക്ക് അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ചരിതാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ആളുകളെ ബോധവൽക്കരിക്കാനും നമുക്ക് കഴിഞ്ഞു. അതെന്ന് വെച്ചാൽ അത് അവർക്കൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. മീൻസ് കുറ്റം ചെയ്ത ആള് ശിക്ഷിക്കപ്പെടും, ഇരകളല്ല ശിക്ഷിക്കപ്പെടുന്നത് എന്നുള്ള നിലപാടിലേക്ക് ആ ഒരു പ്രദേശത്തെ, ആ ഒരു പഞ്ചായത്തിനെ വരെ നമുക്ക് അതിന്റെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. മാമിന് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മക്കളെ പോലെ ഞാൻ കാണാറുള്ളത്. ഇപ്പൊ അവർക്ക് അറിയില്ല ഒരു കോടതിയുടെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊന്നും അവർക്ക് അറിയില്ല. ഞാൻ പോക്സോ കോടതിയുടെ പ്രത്യേകതയും കൂടെ ഒന്ന് പറയാം. പോക്സോ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കോടതികളെ പോലെയല്ല, ചൈൽഡ് ഫ്രണ്ട്ലി ആയുള്ള കോടതിയാണ്. അപ്പോ ചൈൽഡ് ഫ്രണ്ട്ലി ആയുള്ള കോടതിയിൽ മറ്റു കോടതികളിൽ വിചാരണ സമയത്ത് കുറെ ആളുകളും അഡ്വക്കേറ്റ്സ് ഉണ്ടാവും, കോടതി സ്റ്റാഫുകൾ ഉണ്ടാവും, പിന്നെ വിറ്റ്നസ്സുകൾ ഉണ്ടാവാം, പിന്നെ കാണാൻ വരുന്ന ആളുകൾ ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ പോക്സോ കോടതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചൈൽഡിനെ അല്ലെങ്കിൽ ഒരു വിക്ടിം എന്ന് പറഞ്ഞാൽ ഒരു സർവൈവർ വെച്ചാൽ ഈ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന കുട്ടി, അതിനെ നമ്മൾ സർവൈവർ എന്നാ പറയാം. അപ്പൊ ആ സർവൈവറെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ് നടത്തുക. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലെ ജഡ്ജും പ്രോസിക്യൂട്ടറും ഡിഫൻസ് ലോയറും കോടതിയിലത്തെ ഒരു സ്റ്റാഫും, അത്രയും ആളുകളെ വെച്ചിട്ട് മാത്രമാണ് ട്രയൽ നടത്തുക. ട്രയൽ നടക്കുന്നത് തന്നെ ഈ കേസിൽ ഉൾപ്പെട്ട പ്രതിയെ ഈ കുട്ടി കാണാത്ത രീതിയിൽ പ്രതിയെ ഒരു മറച്ചിട്ടാണ്, അല്ലെങ്കിൽ കുട്ടിയെ മറച്ചിട്ടാണ് നമ്മൾ കുട്ടീനെ വിചാരണ നടത്തുന്നത്. അപ്പോൾ കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ടൊരു വിഷൻ പ്രതിക്ക് ഉണ്ടാവില്ല, പ്രതിക്ക് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള വിഷൻ കുട്ടീനെ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് ഭയരഹിതമായി മൊഴി കൊടുക്കാൻ കഴിയും. അപ്പോൾ സാധാരണ കേസിൽ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു മക്കളാ വരുന്നത്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് നമ്മുടെ വിക്ടിംസ് അല്ലെങ്കിൽ സർവൈവേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ചെറിയ കുഞ്ഞു മക്കൾ വരെ നമ്മൾ സർവൈവേഴ്സ് ആയിട്ട് വരാറുണ്ട്. ഇപ്പൊ 1 വയസ്സ് 2 3 വയസ്സ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ. അപ്പൊ ഏത് കുട്ടി വന്നു കഴിഞ്ഞാലും നമ്മൾ അവരെ മാനസികമായി അവർക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഇപ്പൊ ഇന്ന് ട്രയൽ നടക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 1 വീക്ക് ബിഫോർ അവരുടെ പാരന്റ്സിനെ നമ്മൾ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് കുട്ടീനെയായിട്ട് വരാൻ പറയും. ഒരു ഉച്ചയ്ക്ക് ശേഷം കുട്ടികളായിട്ട് വരാൻ പറയും. കുട്ടികളായിട്ട് നമ്മൾ അവരായിട്ട് സ്വീറ്റ്സ് കൊടുത്തിട്ടും, ചെറിയ കുട്ടികളാണെങ്കിൽ അങ്ങനെ അവരെ എങ്ങനെ അവർക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു ഔട്ട്സൈഡർ അല്ല എന്നുള്ള ഒരു ബോധ്യം വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒരു ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ചോക്ലേറ്റും മറ്റതും ഐസ്ക്രീം എല്ലാം അവർക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുത്തത്. നമ്മൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അവരോട് ചോദിക്കും. അങ്ങനെയൊക്കെ അവരെ നമ്മളിലേക്ക് അടുപ്പിച്ചിട്ടാണ് നമ്മൾ ഒരു എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെ കയ്യിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഇത് വന്നിട്ടില്ല. മാമിന്റെ അഭിപ്രായത്തിൽ പോക്സോ ലോസിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും കുറെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ 2012 പോക്സോ ആക്ട് വന്നത്. നിങ്ങൾക്കറിയാം, മറ്റേ ഡൽഹിയിലുള്ള ജ്യോതി നിർഭയ കേസിന്റെ ഭാഗമായിട്ടാണ് പോക്സോ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിലെന്താന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ
പോക്സോ നിയമപ്രകാരം നമുക്ക് പ്രോസിക്യൂഷൻ എന്ന നിലയ്ക്ക് പ്രൂവ് ചെയ്യപ്പെടേണ്ടത് 4 കാര്യങ്ങളാണ്. ഇനീഷ്യലി കുട്ടി മൈനർ ആയിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. സെക്കൻഡ്ലി ഈ കുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. തേർഡ്ലി നമ്മൾ ഈ അക്യൂസ്ഡ് ആണ്, പ്രതിയാണ്, ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. ഫോർത്ത്ലി ഇഫ് ദർ ഇസ് എനി മെഡിക്കൽ എവിഡൻസ് അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എല്ലാ കേസുകളിലും മെഡിക്കൽ എവിഡൻസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഒരു നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഒരാളെ കയറി പിടിച്ചു, അവിടെ മെഡിക്കൽ എവിഡൻസ് ഉണ്ടായിക്കൊള്ളില്ല. പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ഉണ്ടായ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറീസ് ഒക്കെ ഉള്ള കേസിൽ മാത്രമേ മെഡിക്കൽ എവിഡൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കുട്ടി മൈനർ ആണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രൈം ആയിട്ട് നമ്മളൊരു പോക്സോ കേസിന്റെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ തെളിയിക്കണം. കുട്ടി മൈനർ ആണെന്നുള്ളത് നമ്മൾ തെളിയിക്കണം. അപ്പൊ ഇവിടെ മൈനർ ആണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനീഷ്യലി നമുക്കറിയാം ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. സെക്കൻഡ്ലി കുട്ടിയുടെ സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാക്ട് ആണ്. തേർഡ്ലി പിന്നെന്താ പറയാ അമ്മയുടെ മൊഴിയാണ്. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടീനെ നമുക്കിപ്പോ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓസിഫിക്കേഷൻ ടെസ്റ്റ് നടത്തുക എന്ന് പറയും. ഓസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ എണ്ണം പരിശോധിച്ചിട്ട് ആ കുട്ടിയുടെ പ്രായം കണക്കാക്കും. അപ്പൊ പലപ്പോഴും പല കേസുകളിലും ഈ ഓസിഫിക്കേഷൻ ടെസ്റ്റിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു അപ്രോക്സിമേറ്റേ പറയാൻ പറ്റൂ. ഇപ്പൊ 18 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 17 വയസ്സിന് താഴെയും 12 വയസ്സിന് മേലെയും അങ്ങനെ പറയാൻ പറ്റൂ. അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവില്ല. അതൊരു കൺക്ലൂസീവ് ആയിട്ട് നമുക്കത് ഒരു പ്രൂഫായിട്ട് കൺസിഡർ ചെയ്യാൻ പലപ്പോഴും കോടതികൾ കാണാറില്ല. അപ്പൊ ഇവിടെ ഒരു പോക്സോ ആക്ടിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ് ഏജ് ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഏജ് പ്രൂഫായിട്ട് നമുക്ക് എന്തെടുക്കണം എന്നുള്ളത് ഒരു അഫർമേഷൻ ആ കാര്യത്തിൽ വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രൈമറി എവിഡൻസ് എന്ന് പറയുന്നത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ല, മറിച്ച് കുട്ടിയുടെ സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാക്ട് ആണ്. ഫസ്റ്റ് സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാക്ട് വേണം എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനായിട്ട് പോലും ആ പ്രതിനെ വെറുതെ വിടുക ചെയ്ത കുട്ടിയുടെ ഏജ് പ്രൂഫിന് പ്രോപ്പർ എവിഡൻസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള പല കേസുകളിലും ഏജ് ഫാക്ടറിന്റെ മുകളിൽ തന്നെ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ നിർബന്ധമായും എന്താണ് ഓതന്റിക് ആയിട്ടുള്ള പ്രൂഫ് എന്നുള്ളത് പോക്സോ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ വേണം എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാൻ. ചിലപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് സ്കൂൾ അഡ്മിഷൻ എക്സ്ട്രാക്ട്, സ്കൂൾ പഠിക്കാത്ത കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബർത്ത് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരന്റ്സ് ഇല്ലാത്ത കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഫനായ കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുമല്ലോ. അപ്പൊ ഓസിഫിക്കേഷൻ ടെസ്റ്റിന് ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു എവിഡൻഷ്യറി വാല്യൂ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ അത് മാത്രം വെച്ച് പ്രതി രക്ഷപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോ ഒന്നുകിൽ ഓസിഫിക്കേഷൻ ടെസ്റ്റ് കൺക്ലൂസീവ് ആണ് എന്നുള്ളതിന്റെ ഇത്തരം കേസുകളിൽ കൺക്ലൂസീവ് ആണ് എന്നുള്ള ഒരു ഇത് വരണം. കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ നമുക്കറിയാം 1976 ശേഷം ബർത്ത് ഡെത്തുകളും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ജനിക്കുന്ന എല്ലാ കുട്ടികളും ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടിയാണെങ്കിലും അതല്ലാത്ത കുട്ടികളാണെങ്കിലും ബർത്ത് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഒരു ഓതന്റിക് ആയുള്ള രേഖ എന്നുള്ളത്. സ്റ്റേറ്റ് അമെന്റ്മെന്റ്സ് കൊണ്ടുവരാം. സെൻട്രൽ ആക്ട് ആണെങ്കിൽ പോലും സ്റ്റേറ്റ് അമെന്റ്മെന്റ്സ് കൊണ്ടുവന്ന് ഓരോ സംസ്ഥാനത്ത്, ഇപ്പൊ ബീഹാർ പോലെയുള്ള ഒരു സംസ്ഥാനത്തില് അവിടെ എല്ലാ കുട്ടികളും വിദ്യാഭ്യാസത്തിന് പോയിക്കൊള്ളണമെന്നില്ല, എല്ലാ കുട്ടികളിലും ബർത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും കുറവ് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം ബീഹാറാണ്. ബീഹാറില് ഇത് ഇല്ലാഞ്ഞിട്ടല്ല, സെക്ഷൽ അബ്യൂസ് ഇല്ലാഞ്ഞിട്ടല്ല, അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തോണ്ടാ. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ പോലും ഈ ഒരു ക്രൈറ്റീരിയ പറഞ്ഞ് കുട്ടികളുടെ ഏജ് പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞ് വിട്ടുപോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അതിനകത്ത് ഓരോ സ്റ്റേറ്റിന്റെയും സ്റ്റാറ്റസ് അനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സോഷ്യലി എന്താ പറയുക സിസ്റ്റത്തിന്റെ സോഷ്യൽ സിസ്റ്റത്തിന്റെ അനുസരിച്ച് സ്റ്റേറ്റ് അമെന്റ്മെന്റ്സ് കൊണ്ടുവന്ന് എന്താണോ അവിടുത്തെ ഓതന്റിക് ആയുള്ള രേഖ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അമെന്റ്മെന്റ്സ് ഇതിനകത്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അഡോളസൻസിന്റെ ലവ് അഫെയർ ആണ്. ഇപ്പൊ പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടി, 17 വയസ്സായ ഒരു പെൺകുട്ടി സ്വന്തം വിത്ത് കൺസെന്റ് ഒരു പയ്യനുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായെങ്കിൽ അത് പോക്സോ കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുക. അപ്പോൾ ആ പയ്യനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ ഒരു ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നിരുന്നാൽ പോലും
സോ ഇതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാവുന്ന കുട്ടികൾ വിത്ത് കൺസെന്റോട് കൂടി സെക്ഷൽ ഇന്റർകോഴ്സിന് പോകുന്ന അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിന് പോകുന്ന കുട്ടികളുടെ കേസുകൾ, അത് പയ്യന്മാരാണെങ്കിൽ ലവ് അഫെയറിന്റെ ഭാഗമായിട്ടാണ് അത്തരം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതെങ്കിൽ അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം എന്നുള്ളതൊന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. മാം, എന്തുകൊണ്ടാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കേസുകൾക്ക് വിധി വരാൻ ഇത്ര താമസം? കേസുകൾക്ക് വിധി വരാൻ ഇത്ര താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സർവൈവേഴ്സ് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളാണ്. അവർക്ക് നിയമത്തിന്റെ ഫ്രെയിംവർക്കിൽ നിന്നിട്ട് മൊഴി കൊടുക്കാനൊന്നും കഴിയില്ല. അവര് പറയുന്ന കാര്യങ്ങൾ അവർക്ക് എന്താണോ എക്സ്പീരിയൻസ്ഡ്, പല കുട്ടികൾക്കും പേടിച്ച് പറയാൻ കഴിയില്ല. വല്ലാത്തൊരു ട്രോമയിലേക്കാവും പല കുട്ടികളും പോകുന്നുണ്ടാവുക. അപ്പോ ഈ സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പൊ നല്ലൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ട്, ആ സിസ്റ്റത്തെ വേണ്ട വിധത്തിൽ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ. പോലീസ് ആണെങ്കിലും ഇതിനെ അതിന്റെ ഒരു പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവില് പലപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സമയത്ത് കാണിക്കാറില്ല. അതിന്റെ ഒരു ജാഗ്രത പോലീസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവാറില്ല. അത് കുട്ടിയല്ലേ എന്നുള്ള നിലപാടിലാണ്. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, കോടതിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കോടതിയിലെ ട്രയൽസ് എന്ന് പറയുന്നത് സമൻസ് അയക്കുന്നു. പലപ്പോഴും നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഇപ്പൊ ഒരു കുട്ടിക്ക്, ഒരു സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കുട്ടി, ഇനീഷ്യലി അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു ഹിയേഴ്സേ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, എനിക്ക് അതിന്റെ ജെന്യൂനിറ്റി പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കത് ഇമ്മീഡിയറ്റ്ലി പോലീസിനെ ഇൻഫോം ചെയ്യാം. അതിന്റെ ജെന്യൂനിറ്റി പരിശോധിച്ച് അത് കേസ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടേ എന്ന് പരിശോധിക്കേണ്ടത് പോലീസാണ്. നമുക്കത് CWCക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇൻഫോം ചെയ്യാം, പിന്നെ ചൈൽഡ് ലൈനിന് ഇൻഫോം ചെയ്യാം. അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഇതൊക്കെ വേണ്ട വിധത്തിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. ചോദ്യം അതാണ്. എന്നെ പോലുള്ള ഒരാളത് പറയാൻ പാടില്ല, പക്ഷെ നമുക്കത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് തുറന്ന് സംസാരിക്കുന്നത്. അപ്പോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങൾ പറയുമ്പോൾ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ വേർഷൻ നിയമത്തിന്റെ ഫ്രെയിംവർക്കിലേക്ക് പലപ്പോഴും കൊണ്ടുവരുന്നതിൽ അപാകത സംഭവിക്കുമ്പോൾ കേസുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ആദ്യം പറഞ്ഞാവില്ല, ചിലപ്പോൾ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ടാവുക, കോൺട്രഡിക്ഷൻസ് വരാം. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ട്രയൽ നടന്ന സമയത്ത് കോടതികളൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി ആണെന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചെങ്കിൽ പോലും പലപ്പോഴും പല ജുഡീഷ്യൽ ഓഫീസേഴ്സിനും കുട്ടികളോട്, ഇപ്പൊ എനിക്കറിയാം, ഞാൻ എങ്ങനെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നു എനിക്കറിയാം. ആ കുട്ടി അത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് കോടതി കയറുന്നത്. അവിടെ പലപ്പോഴും ജഡ്ജസ് വെറും ജഡ്ജസ് ആയിട്ട് മാറുന്ന ചില അവസ്ഥയുണ്ട്. കുട്ടിയുടെ മനസ്സ് എന്താന്ന് മനസ്സിലാക്കി ആ കുട്ടിയോടൊപ്പം നിൽക്കുന്ന ചില ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അത്ര നല്ലൊരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു. അപ്പൊ അദ്ദേഹം കുട്ടികളുടെ കൂടെ നിൽക്കും, ഭയങ്കര കുട്ടികളോട് ചിരിച്ചു കളിച്ച്. അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് ആണ്, അവർക്കൊരു കോടതിയിൽ വന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവില്ല. അപ്പൊ എന്റെ അടുത്ത് വരുന്ന കുട്ടികളോട് ഞാൻ ആദ്യം പറയാറുള്ളത്, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന പോലെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കോടതിയോട് പറയാം. അപ്പൊ ആ ഫ്രണ്ട്ലിയിലാണ് അവർ അത് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ചില ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഒന്നും ആവില്ല അവിടെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോ കുട്ടികൾക്ക് പേടിച്ചിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിന് ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതിന് ഒരു ട്രെയിനിങ് നിർബന്ധമായും കൊടുക്കണം. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ, പ്രോസിക്യൂട്ടേഴ്സ് ആണെങ്കിലും, ഇപ്പൊ ഞാൻ അതിന് എക്സെപ്ഷൻ ഒന്നുമല്ല, ചിലപ്പോൾ എനിക്കും പ്രശ്നങ്ങളൊക്കെ എനിക്കും പ്രശ്നങ്ങളുണ്ട്. ഞാനും കുട്ടികളോട് ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യണമെന്നൊന്നും ഞാൻ എന്റെ രീതി ചിലപ്പോൾ മറ്റുള്ളവർക്ക് അക്സെപ്റ്റബിൾ ആയിക്കോളുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ചിൽഡ്രൻ, ചിലപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് ആയുള്ള കുട്ടികളായിരിക്കാം, ചിലപ്പോൾ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയ കുട്ടികളായിരിക്കാം, സോഷ്യലി ബാക്ക്വേർഡ് ആയ കുട്ടികളായിരിക്കാം, സോഷ്യലി അപ്വേർഡ് ആയ കുട്ടികളായിരിക്കാം, അങ്ങനെ ഡിഫറെന്റ് ഇല്ലിറ്ററേറ്റ് ആയ മക്കളായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ പോവാത്ത കുട്ടികളായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കുട്ടികളെ, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ചിൽഡ്രനെ നമുക്ക് എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് ഈ പാരന്റിങ്ങിന് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ തന്നെ
ഈ ജഡ്ജസിനും പ്രോസിക്യൂട്ടേഴ്സിനും ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഡിലേ ആവാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിയുടെ അഡ്വക്കേറ്റ്സിന് എന്താന്ന് വെച്ചാൽ നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിനെന്താന്ന് കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ നീണ്ടു പോകുന്നിടത്തോളം ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ട്രോമ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പലപ്പോഴും ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് കുട്ടി പോലീസിന് മൊഴി കൊടുത്തു. ആക്ട് പറയുന്നത് വിത്തിൻ 6 months ഇത് ഡിസ്പോസൽ വേണം എന്നൊക്കെയാണ് കേട്ടോ ആക്ട് പറയുന്നത്. 6 മാസത്തിന്റെ ഉള്ളത് കേസ് കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാറില്ല. അപ്പോ ആ സമയത്ത് കുട്ടികളുടെ മനസ്സിലേക്ക് ഉണ്ടായ ട്രോമ ആ കുട്ടികളൊന്ന് റിക്കവർ ചെയ്ത് വരുന്ന സമയത്തായിരിക്കും വീണ്ടും ഈ എവിഡൻസിന് കുട്ടികളെ കൊണ്ടുവരുന്നത്. അപ്പൊ വീണ്ടും അവരിത് റീകളക്ട് ചെയ്യാണ്, എന്നിട്ട് അത് പറയാണ്. അവർക്ക് ഒരിക്കലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ അവരെ വീണ്ടും റീകളക്ട് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് അവർക്ക് വലിയ ട്രോമ ഉണ്ടാക്കും. അപ്പോ അതുകൊണ്ട് തന്നെ പലപ്പോഴും കോടതിക്ക് വരാൻ കുട്ടികൾ തയ്യാറാവില്ല. അപ്പൊ അങ്ങനെ ഡിലേ വരും. ചില സമയത്ത് അഡ്വക്കേറ്റ്സിന്റെ ഡിഫൻസ് ലോയേഴ്സ് പർപ്പസ്ഫുള്ളി നീട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. ചില സമയത്ത് ഇതിപ്പോ ഒരു പോക്സോ കേസിൽ 10 15 മിനിമം 15 അത് 45 50 വരെ സാക്ഷികളാവാം. ആ സാക്ഷികളെ മുഴുവൻ കിട്ടി ട്രയൽ നടത്തി വിചാരണ പൂർത്തിയാക്കുക എന്ന് പറയുന്നതിന് സമയമെടുക്കും. എന്ന് വെച്ചാൽ കേസുകളുടെ ബാഹുല്യം ഉണ്ടാവും. ഒരു കേസ് ഇപ്പൊ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ തീർക്കാമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലും കഴിയില്ല. കാരണം ഒരു ദിവസത്തെ സാക്ഷികളിൽ 2 3 ആളുകൾ വരാതിരുന്നു കഴിഞ്ഞാൽ ആ ഷെഡ്യൂൾ ചെയ്ത മൊത്തം സാധനം ഡിസോർഡർ ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ഈ എസ്പെഷ്യലി പോക്സോ കേസുകളിലെ കേസുകൾ ഇപ്പൊ ആക്ട് പറയുന്ന പോലെ തന്നെ 6 months ഇല്ലെങ്കിൽ പോലും ഒരു 1 yearനുള്ളിലെങ്കിലും ഡിസ്പോസൽ കൊണ്ടുവരാൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ചെയ്യണം. അതാണ് അതിന്റെ ഒരു ആവശ്യം. നമ്മുടെ ഇന്ത്യയിലുള്ള ലോ സിസ്റ്റം മറ്റ് ഫോറിൻ കൺട്രീസുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആണ്? നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, ഇന്ത്യൻ ശിക്ഷാ നിയമം, സിവിൽ പ്രൊസീജിയർ കോഡ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 4 നിയമങ്ങൾ. ഇന്ത്യൻ നിയമത്തിന്റെ ബേസിക് ആയിട്ടുള്ള സിവിൽ കേസിന്റെ ആണെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡ്, ക്രിമിനൽ കേസിന്റെ ആണെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമം IPC, പിന്നെ എവിഡൻസ് ആക്ട്. എവിഡൻസ് ആക്ട് CPCക്കും സിവിൽ കേസിനും ക്രിമിനൽ കേസിനും ഒരേപോലെ ബാധകമാണ്, തെളിവ് നിയമമാണ്. ഇതെല്ലാം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമമാണ്. അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ 1980s വരെയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നിരിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ആന്റിസിപ്പേറ്റ് ചെയ്തുണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾക്കൊന്നും മറ്റ് ലോകരാഷ്ട്രങ്ങളിലെ നിയമങ്ങളെക്കാളും കിടപിടിക്കുന്ന നിയമങ്ങൾ ഇന്ത്യൻ നിയമങ്ങൾ തന്നെയാണ്. അതിലൊന്നും തർക്കമില്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാം പുതിയ നിയമത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ലോസ് അമെൻഡ് ചെയ്തു. ക്രിമിനൽ നിയമങ്ങള് മാറ്റി എഴുതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. CRPCയും IPCയും എവിഡൻസ് ആക്ട് ഒക്കെ മാറ്റി എഴുതി എന്ന് പറഞ്ഞാൽ കാതലായ മാറ്റങ്ങളൊന്നും അതിനകത്ത് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഈ ഇത്രയും നൂറ്റാണ്ടുകളായി നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സിസ്റ്റത്തെ നേരെ മറിച്ചിടുന്ന, അത് എന്തിനാണ് അത് ചെയ്തത് എന്ന് നമുക്കറിയില്ല, അത് നേരെ മറിച്ചിടുന്ന രീതിയിലേക്കാണ് പുതിയ നിയമങ്ങൾ വന്നത്. അത് എത്രത്തോളം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നുള്ളത് പോലും ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇപ്പൊ പോലീസിനെ സംബന്ധിച്ചാണെങ്കിലും നിയമജ്ഞരെ സംബന്ധിച്ചാണെങ്കിലും ഇത്രയും വർഷം അനുവർത്തിച്ചു വന്നിരുന്ന നിയമങ്ങൾ ഇപ്പോ നമ്മൾ അന്ന് ഏറ്റവും ഇപ്പോ IPCയിലാണെങ്കിൽ 511 വകുപ്പുകളുണ്ട്. ഇപ്പൊ പുതിയ ഇതിൽ 354 എങ്ങാണ്ടാ ഉള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി ആദ്യം പഠിച്ചുണ്ടാക്കിയിട്ട് വേണം. ഈ പുതിയ നിയമങ്ങളൊക്കെ ഞങ്ങൾക്ക് ആദ്യം പഠിച്ചുണ്ടാക്കണം. അത് എവിടെയാന്നുള്ളത് ഇപ്പൊ എന്താ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ചാർട്ട് ഉണ്ടാക്കിയിരിക്കുക, പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളും. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ അതൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് എന്റെ വാദം. എന്താന്ന് വെച്ചാല് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയാൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിയമങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് നിയമങ്ങളുടെ ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കണം, കോമൺ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു കൃത്യമായ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടാക്കിയിട്ടാണ് സംസ്കൃതത്തിലുള്ള പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട്. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിയമ പഠനം കൊണ്ടുവരേണ്ടതുണ്ടോ? മാമിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പോക്സോ നിയമത്തെ കുറിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഗ്നോറന്റ് ആണ്. നമ്മളിപ്പോ ക്ലാസ് എടുക്കാനൊക്കെ സ്കൂളുകളിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്. അപ്പൊ അവരോട് നമ്മളിത് പറയുമ്പോ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ അവര് പറയും അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അപ്പൊ നമുക്ക് പരാതിപ്പെടാം അല്ലേ എന്നൊക്കെ നമ്മളോട് കുട്ടികളെ വളരെ എന്താ പറയാ അതെ കൗതുകത്തോട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ഈ
നിയമങ്ങൾ എപ്പോഴും എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളത് നമുക്ക് നിയമപരമായുള്ള ഉപദേശങ്ങൾ നേടാം. പക്ഷെ ഇങ്ങനെ റൈറ്റ്സ് ഉണ്ട്, എനിക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി റൈറ്റ് ഉണ്ട് എന്നുള്ളതും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്താന്നുള്ളതും അത് എങ്ങനെ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധകമാക്കാം എന്നുള്ളതും ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു ഒഫൻസ് നടന്നിട്ട് എത്ര ടൈം പീരീഡിനുള്ളിൽ അത് റിപ്പോർട്ട് ചെയ്യണം? ഏതൊരു ഒഫൻസ് നടന്നു കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാം. ഇനി അത് ഡിലേ വന്നു എന്ന് വെച്ചിട്ട് അത് ഫാറ്റൽ അല്ല. കാരണം പോക്സോ ആക്ടിൽ ഇപ്പൊ നമുക്കറിയാം, പോക്സോയുടെ കാര്യത്തിലാണ് ഞാനിപ്പോ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. പോക്സോ നിയമത്തിൽ ഇപ്പൊ നമുക്കറിയാം കുട്ടികൾക്ക് അറിയില്ല, ഇപ്പൊ കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്തു, കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ചു, ടച്ച് ചെയ്തു, പ്രൈവറ്റ് പാർട്സിൽ പിടിച്ചു, ഇതൊന്നും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ അബ്യൂസ് ആണെന്ന് കുട്ടികൾക്ക് അറിയില്ല. അപ്പോ കുട്ടികൾ അത് വളർന്നു വരുമ്പോഴായിരിക്കും അതിന്റെ അത് റീകൂപ്പ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ആരെങ്കിലും ഒരാൾ പറയുമ്പോഴോ അല്ലെങ്കിൽ അതേ സിമിലർ സാഹചര്യങ്ങളിലൂടെ കുട്ടി കടന്നു പോകുമ്പോഴായിരിക്കും എന്റെ പ്രീവിയസ് ഒക്കേഷൻസ് ഞാൻ ഓർത്തെടുക്കുക. അപ്പോൾ സ്വാഭാവികമായും അത് അവൾക്ക് ഇതൊരു സെക്ഷൽ അബ്യൂസ് ആണെന്ന് അവൾ തിരിച്ചറിയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പരാതിപ്പെടാൻ നമുക്ക് അതിനൊരു ടൈം സ്റ്റിപ്പുലേഷൻ വെക്കാൻ കഴിയില്ല. അപ്പൊ ഒരു ഡിലേ എന്ന് പറയുന്നത് ഒരു ഇൻസിഡന്റ് നടന്ന് അത് കേസാക്കി രജിസ്റ്റർ ചെയ്യപ്പെടാൻ ഒരു ഡിലേ ഉണ്ട്. എസ്പെഷ്യലി സെക്ഷൽ അബ്യൂസ് കേസുകളിൽ ഡിലേ ഒരു ഫാറ്റൽ അല്ല എന്നാണ് കോടതി വിധികൾ പറയുന്നത്. അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് പരാതിപ്പെടാം. ഇപ്പൊ എനിക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടെ കേസ് നടത്തിയ ഒരു കുട്ടി, ആ കുട്ടി 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ആ കുട്ടിയുടെ അങ്കിളുടെ കയ്യിൽ നിന്ന് മദ്രസ അധ്യാപകന്റെ കയ്യിൽ നിന്ന് ആ കുട്ടി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ കുട്ടി അന്ന് തൊട്ടിട്ട് ഇൻട്രോവേർട്ടായി ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോവാണ്. പക്ഷെ ആരോട് ഇത് പറയാൻ വയ്യ, പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവര് പ്രതികരിക്കും എന്നറിയില്ല. ബ്രൂട്ടൽ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ആയിരുന്നു. പിന്നെ ആ കുട്ടി 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഈ കുട്ടി ബയോളജി ഒക്കെ പഠിച്ച് ആ കൗൺസിലിംഗ് ഒക്കെ കിട്ടിയപ്പോഴാണ് ആ കുട്ടിക്ക് ഇത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് വന്നത്. കുട്ടി വാപ്പാനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. കേസാക്കി അയാളെ ഇപ്പൊ ശിക്ഷിച്ചു. 83 വർഷം അയാളെ ശിക്ഷിച്ചു. മദ്രസ അധ്യാപകനായിരുന്നു. അപ്പൊ അതൊരു ഡിലേ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിലേ ഉള്ളത് കൊണ്ട് കേസ് തോറ്റു പോവുകയില്ല. അഡാപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ടീം മെമ്പറുമായോ അല്ലെങ്കിൽ ഒരു വിറ്റ്നസുമായോ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്ന് വിവരിക്കാമോ? ഞാൻ അങ്ങനെ പ്രോസിക്യൂട്ടർ ആയതിനു ശേഷം ഞാൻ അത്തരം സാഹചര്യങ്ങളിലൂടെ ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപക്ഷെ എന്റെ ശരികൾ എനിക്ക് മാത്രം ശരികളായിരിക്കാം. കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ എന്റെ മോളെയാണ് ഞാൻ എപ്പോഴും അതിനു മുമ്പ് കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് വരുന്ന കുട്ടികൾ അനുഭവിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സ്, ഞാൻ അവരെ മാത്രമേ നോക്കാറുള്ളൂ, പ്രതിനെ ഞാൻ നോക്കാറേയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫൻസ് ലോയേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഈ ഒരു കാലത്ത് ഞാൻ നേരിട്ടിട്ടുണ്ട്. ജഡ്ജസിന്റെ അടുത്തുനിന്ന് ഞാൻ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. കാരണം ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം കേസുകൾ ഡിസ്പോസലിലാണ് അവർക്ക് പ്രധാനം. ഇത് കണ്ടസ്റ്റ് ചെയ്ത് പ്രതിയെ ശിക്ഷിക്കുക എന്നതിൽ അപ്പുറത്തേക്ക് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി പറയും ഒരു മാസം 15 കേസുകൾ ഡിസ്പോസൽ വേണം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ കേസുകളും നടത്താം എന്ന് പറയുമ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ പലപ്പോഴും നമുക്ക് ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജെന്യുവിൻ കേസുകൾ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിഫൻസ് ലോയേഴ്സിന്റെ അടുത്തുനിന്ന് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ജനറലി പോലീസും ലോയേഴ്സും തമ്മിൽ ഒരു ഇഷ്യൂ കേൾക്കാറുണ്ടല്ലോ. സോ അത് എന്തിന്റെ ബേസിലാണ് സംഭവിക്കുന്നത്? അതൊരു ഈഗോ ക്ലാഷ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു CIനെ വിളിച്ചു. എന്റെ ഒരു പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DYSP റാങ്കാണ്. പോലീസിനെ സംബന്ധിച്ച് റാങ്ക് നോക്കുമ്പോൾ DYSPയുടെ റാങ്കിലാണ് ഒരു പ്രോസിക്യൂട്ടർ റാങ്ക്. അപ്പൊ എന്റെ കീഴിലാണ് ഒരു CI എന്ന് പറയുന്നത്. ഞാനൊരു മേലെ താഴെ ഞാൻ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും ഞാൻ എന്റെ പവർ എന്നതാന്ന് വിചാരിച്ച് ഞാൻ ഒരു ഡിസ്ക്രിമിനേഷനും ഞാൻ ഒരാളോടും കാണിക്കാറില്ല. എല്ലാവരെയും ഈക്വലി അക്സെപ്റ്റ് ചെയ്യണമെന്നും എല്ലാവരും ഈക്വലി റെസ്പെക്ട് ചെയ്യണമെന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ ആ CIനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ ഭയങ്കര റാഷായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ എന്റെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ഞാൻ നിങ്ങളെ വിളിച്ചതാണ്, നിങ്ങളുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് ഞാൻ വിളിച്ചത്. അപ്പൊ പലപ്പോഴും ആ റെസ്പെക്റ്റില് ഗിവ് റെസ്പെക്ട് ഗെറ്റ് റെസ്പെക്ട് അല്ലെ? അപ്പൊ അതേപോലെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ അവിടെ വലുപ്പം ചെറുപ്പം, ഞാൻ വലുത് ഞാൻ ചെറുത് എന്നുള്ള ഒരു ഈഗോ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരം ക്ലാഷുകൾ ഉണ്ടാവാറുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ വലിയപ്പോ ആലത്തൂരൊക്കെ ഉണ്ടായ ഇഷ്യൂസിന്റെ പുറത്ത് ഞാൻ അഡ്വക്കേറ്റ് ആണ്, എനിക്ക് എല്ലാ നിയമവും അറിയാം എന്ന് വിചാരിച്ച ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലീസാണ് അവിടുത്തെ അതോറിറ്റി. അപ്പൊ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് അവിടെ വരുന്ന
ഏതൊരാളും ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ എന്നെ പോലെ ഈക്വലി റെസ്പെക്ട്ഫുൾ ആയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് അവിടെ ഇരിക്കുന്ന പോലീസുകാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഈക്വലി ഗിവ് ആൻഡ് ടേക്ക് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഈഗോ ക്ലാഷിന്റെ ആവശ്യം ഉണ്ടാവില്ല. മാം എങ്ങനെയാണ് ഒരു നെഗറ്റീവ് മീഡിയ അറ്റൻഷനുള്ള കേസിനെ മാനേജ് ചെയ്യുക? അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ അതെന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? നെഗറ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? കേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണോ അല്ലെങ്കിൽ അവരുടെ ഒരു ഓർഗനൈസേഷനോ അവരുടെ ഒരു റെപ്യൂട്ടേഷനെ നെഗറ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ കമന്റ്സ് അതുപോലെ തന്നെ ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ എങ്ങനെയാവും അതിനെ മാനേജ് ചെയ്യുക? ഞാൻ അതിന്റെ സാഹചര്യം എന്താണെന്ന് നോക്കും. നമ്മുടെ ആക്ടിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിത്ത് കൺസെന്റോട് കൂടി ഒരു സെക്ഷൽ കോണ്ടാക്ട് നടത്തി, അതൊരു പക്ഷെ ഒരു ബിലീഫിന്റെ പുറത്തായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് അയാളുടെ വിശ്വാസത്തിന്റെ പുറത്തായിരിക്കാം. അതുകൊണ്ട് ആ കുട്ടി ഓൾറെഡി ഒരു സർവൈവർ ആണ് എന്ന നിലയ്ക്ക് ആ കുട്ടിയെ വീണ്ടും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് അവളെ മോശക്കാരിയായി ചിത്രീകരിച്ചു വെച്ചു. ആ കുട്ടിയെ സൊസൈറ്റി മോശക്കാരിയായി ചിത്രീകരിച്ചു വെച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവളേനെ വീണ്ടും സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ലൈസൻസ് നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്നില്ല. അപ്പൊ വീണ്ടും അത്തരം ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി പോയിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് ഹെർ കൺസേൺ അവിടുത്തെ അങ്ങനെ അവളേനെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ആ കുട്ടിയുടെ കൂടെ നിൽക്കും. അത് അവളുടെ കുറ്റം കൊണ്ടല്ല, അത് സൊസൈറ്റി ഉണ്ടാക്കി കൊടുത്ത ഒരു പിക്ചറാണ് അവളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ എന്താണ് സാഹചര്യം? നെഗറ്റീവ് മീഡിയ എന്നുള്ളതിനെ ഞാൻ കാണുന്നില്ല. ആ സാഹചര്യം ആ വ്യക്തിയുടെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എന്താണ് അവരെന്നെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് പരിശോധിക്കപ്പെട്ട് കൂടെ നിൽക്കേണ്ടതാണെങ്കിൽ തീർച്ചയായും നമ്മൾ കൂടെ നിൽക്കും. മാം ഫസ്റ്റ് ടൈം ഒരു കേസ് വാദിച്ചതിന് ശേഷം ജഡ്ജിൽ നിന്നോ അല്ലെങ്കിൽ സുപ്പീരിയർ അഡ്വക്കേറ്റിൽ നിന്നോ എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസം വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക? ഒബ്വിയസ്ലി ഞാനതിനെ ചെയ്യുന്നത് എന്റെ എന്താണ് മിസ്റ്റേക്ക്, ഞാനത് എന്നോട് പറഞ്ഞ ആളുകൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ എന്നോട് പറഞ്ഞതെങ്കിൽ തീർച്ചയായും എന്റെ ഭാഗത്തു നിന്ന് എന്താണോ നെഗറ്റീവായുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് റെക്ടിഫൈ ചെയ്ത് അടുത്ത കേസിൽ ഞാനത് തീർച്ചയായിട്ടും പോകും. അത് എനിക്ക് എന്റെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണെങ്കിലും എന്റെ കൊളീഗ്സ് ആണെങ്കിലും എന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ വളരെ വികാരപരമായി ഇടപെടാറുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അങ്ങനെ വൈകാരികമായിട്ട് അതിനെ കാണണ്ട എന്ന് പറയാറുണ്ട്. ചില കേസുകൾ നമുക്ക് വൈകാരികമായിട്ട് തന്നെ കാണേണ്ടി വരും. ചില കേസുകൾ ഞാൻ അമിത വൈകാരികത കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും എന്താ പറയാ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിക്കും. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ക്ലയൻസിനെ എങ്ങനെയാണ് മാം ഡീൽ ചെയ്യാറ്? ഇല്ലിറ്ററേറ്റ് ആയ ക്ലയൻസിനെ ഡീൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവർ അതേപോലെ കോടതി പറയും. കുഞ്ഞു കുട്ടികള് ഈ ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് കോടതി കയറ്റാൻ വളരെ എളുപ്പമാണ്. അവര് തത്തമ്മ പറയുന്ന പോലെ ആ ഉണ്ടായ കാര്യങ്ങൾ യാതൊരു ഫാബ്രിക്കേഷനും ഇല്ലാതെ അവര് കോടതി പറയും. അന്നേരം ഇപ്പൊ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടികളാണെങ്കിൽ അവർക്ക് അതിലൊരു സംശയം ഉണ്ടാവും, ഇത് പറയണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അങ്ങനത്തെ യാതൊരു ഡൗട്ട്ഫുള്ളും അല്ല. അവർക്ക് എന്താണോ പറഞ്ഞു കൊടുത്തേച്ചാൽ അവർക്കൊരു ചോക്ലേറ്റ് ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആന്റി ചോക്ലേറ്റ് തരാം, ഐസ്ക്രീം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയും. അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയ കാര്യമാണ്. കുഞ്ഞു കുട്ടികളെ കോടതി കയറ്റാൻ ഭയങ്കര എളുപ്പം. മാമിന്റെ ഇത്രയും കാലത്തെ ഒരു വർക്ക് ലൈഫിൽ ഉണ്ടായ ആ ഒരു പ്രൗഡസ്റ്റ് അച്ചീവ്മെന്റ് എന്താണ്? പ്രൗഡസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ പേഴ്സൺ ഞാൻ സർവൈവ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രൗഡ് എക്സ്പീരിയൻസ്. ആസ് എ പ്രോസിക്യൂട്ടർ കഴിഞ്ഞ 2020 തൊട്ട് 2024 വരെ ഞാൻ വളരെ ആത്മാർത്ഥമായി കുട്ടികൾക്ക് വേണ്ടി കൂടെ നിന്നിട്ടുണ്ട് എന്നാണ് വിശ്വാസം. ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഒക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. സൊസൈറ്റിക്ക് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് നല്ല ഭംഗിയായിട്ട് കുട്ടികൾക്ക് നീതി കിട്ടണം എന്നുള്ള താല്പര്യത്തോടു കൂടി മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ കുട്ടി, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ കുട്ടി, ആ കുട്ടി വീടിനകത്ത് അടച്ചിരുന്ന് പുറം ലോകത്തുമായിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ലാതെ പോവാൻ ശ്രമിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഞാനുമായി ഒരു മാനസികമായ ഒരു ബന്ധം ഉണ്ടാക്കിയതിന് ശേഷം അവളിപ്പോ ഇന്ന് MBBS പഠിക്കുകയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ്. ഇപ്പോഴും അവള് എന്നെ വിളിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൾ എപ്പോഴെങ്കിലും
ഔട്ട് ഓഫ് മൂഡിലേക്ക് വരുമ്പോൾ അവൾ എനിക്കൊരു വോയിസ് ഇടും. ഞാൻ അപ്പോൾ അവളെ അത് തളർന്നു പോകരുത് എന്നുള്ള നിലയ്ക്ക് ഞാൻ അവളെ കൂടെ നിൽക്കാറുണ്ട്. അത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, ഞാനിപ്പോൾ എനിക്ക് നടത്തിയ കേസുകളിൽ എല്ലാ കേസുകളും കുട്ടികളെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. എവിഡൻസ് കഴിഞ്ഞു പോകുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് വാഷ് ഔട്ട് ചെയ്യാണ്. ഇങ്ങനത്തെ യാതൊരു സംഭവവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ വെച്ച് മറന്നു പോകുന്നു എന്ന് അവരെ കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ ഓരോ കുട്ടികളെയും എൻ്റെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞയക്കാറുള്ളത്. സംസാരിക്കൂ എന്ന് പറയാറുണ്ട്. ചില കുട്ടികൾ നമ്മെ വിളിക്കാറുണ്ട്. എൻ്റെ പ്രൊഫഷനിൽ ഈ ഒരു പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. ഇങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യാനുള്ള അപ്രോച്ചസ് എന്തെല്ലാമാണ്? അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ള ഒരു ഉദാഹരണം ഉണ്ട്. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കാലിലൊരു മുള്ളു തറയ്ക്കാം അല്ലേ? ആ മുള്ളു വെച്ച് നമ്മൾ നടക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ മുള്ളെടുത്ത് മാറ്റും. ആ മുള്ളിന്റെ പേരിൽ നമ്മൾ കരഞ്ഞിരിക്കാറുമില്ല. ആ വേദന മാറുന്നത് വരെ നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുള്ളൂ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ഇമ്പാക്ട്സ്. അത് നിങ്ങളുടെ ലൈഫിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ അതിനെ കൊണ്ടുപോകണം. അത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്ക് നമ്മൾ അവരെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ. അതിനൊപ്പം നിൽക്കേണ്ടത് പാരൻസും സൊസൈറ്റിയാണ്. അപ്പോൾ അവരെ ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ അവരെ പറഞ്ഞയക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ വിഷയത്തിൽ ഒന്നും സാരമില്ല എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം അവരെ പാരൻസിനെ ബോധവൽക്കരിക്കും. ഈ ഒരു പേര് പറഞ്ഞ് നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾ മെന്റലി പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പാരൻസിനെ നമ്മൾ ബോധവൽക്കരിക്കാറുണ്ട്. ഈ ഒരു പ്രൊഫഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് മാമിന് നൽകാനുള്ള അഡ്വൈസ്? ഇതൊരു റോയൽ പ്രൊഫഷനാണ് സത്യം പറയാന്ന് വെച്ചാൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. തളർന്നു കിടക്കുന്ന ആളുകൾക്ക് കൂടെ നിൽക്കുക എന്നുള്ളതിൻ്റെ ഒരു വലിയ മനസ്സ് നമുക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിന് നമ്മൾ മോണിറ്റർ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ജൂനിയേഴ്സ് ഒക്കെ വരുമ്പോൾ സാമ്പത്തികമായുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാവരെയും നമുക്ക് ഈക്വലി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സിൻസിയർ ആയിട്ട് അപ്രോച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്ന 3 വർഷക്കാലം നിയമം എന്താണെന്ന് വളരെ കൃത്യമായി പഠിക്കുക. ആ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ പാഠപുസ്തകത്തിൽ നിങ്ങളിപ്പോ 3 വർഷം LLB പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നതല്ല നമ്മുടെ പ്രാക്ടിക്കൽ നോളേജ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളേജ്, നമ്മളിപ്പോ പുസ്തകം പഠിച്ചു, ചിലപ്പോൾ റാങ്ക് ഹോൾഡർ ആയിരിക്കും. റാങ്ക് ഹോൾഡർ ആയതുകൊണ്ട് നല്ല അഡ്വക്കേറ്റ് ആയിക്കോണമെന്നില്ല, അല്ലെങ്കിൽ നല്ല ജുഡീഷ്യൽ ഓഫീസർ ആയിക്കോണമെന്നില്ല. നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകളെയും കൂടെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതൊരിക്കലും ഒരു മോണിറ്ററിക്ക് വേണ്ടിയുള്ള, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് ഇതിനെ കാണരുത്. ഇത് നമ്മുടെ സർവീസ് ഓറിയന്റഡ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് താനേ വരും. സാമ്പത്തികമായ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് വരും. നമ്മൾ നന്നായി പഠിച്ച് എന്താ പറയാ, സ്വന്തമായി നമുക്ക് അതിന് മാനസികമായി അതിനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതിൽ സൊസൈറ്റി കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സൊസൈറ്റീനെയും കൂടെ നമ്മൾ പഠിക്കണം. സൊസൈറ്റിക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കാർ ജോലിയാണെങ്കിലേ നമുക്ക് ലീവ് എടുക്കാൻ പെർമിഷൻ ചോദിക്കണം. ഇന്നിപ്പോ എനിക്ക് കോടതി പോകണ്ടെന്ന് പറഞ്ഞാൽ ഐ ആം ദ മാസ്റ്റർ. അപ്പൊ എനിക്കിന്ന് കോടതി പോകണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോവില്ല. എനിക്ക് നാളേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് എനിക്ക് കോടതി പറയാം. അത് ഏറ്റവും ഫ്രീഡം ഉള്ള ഒരു ജോബാണത്. എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അത്രയും നല്ലൊരു ജോബാണ്. ബാക്കിയുള്ള ഏതിലാണെങ്കിലും നമുക്കൊരു വിധേയത്വം ഉണ്ടാവും. ഈ ഒരു ജോബിന് ഒരു വിധേയത്വം ഇല്ല. ആകെയുള്ള വിധേയത്വം നമുക്ക് നമ്മളോടും നമ്മുടെ ക്ലയൻസിനോടും മാത്രമാണ്. ഈ നിരപരാധി പ്രതി ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ കോടതിയിലൊക്കെ, അങ്ങനെ ഉണ്ടാവുമ്പോ നമ്മൾ അറിയാം അവര് പ്രതിയാണെന്ന് അറിയാം, എന്നിട്ടും അവര് നിരപരാധി ആക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം അവര് നിരപരാധി ആണെന്ന്, പക്ഷെ അല്ല പ്രതിയാണെന്ന്. പക്ഷെ എന്നിട്ടും അങ്ങനെ ആവുമ്പോ അതിനോട് എങ്ങനെ മാമിന്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് പല ഡിഫൻസ് ലോയേഴ്സും നമ്മളോട് വൈരുദ്ധ്യത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് എനിക്കറിയാം. ഇപ്പൊ ഒരു കേസ് നമുക്ക് അതിന്റെ CD വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. കുട്ടിയുടെ മൊഴികളും ബാക്കിയുള്ള സർക്കംസ്റ്റാൻസസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു ഫാബ്രിക്കേറ്റഡ് കേസ് ആണോ അല്ലെങ്കിൽ ജെന്യുവിൻ കേസാണോ നമുക്ക് വായിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ജെന്യുവിൻ ആയുള്ള ഒരു കേസിൽ പലപ്പോഴും പ്രതിയെ വെറുതെ വിടുക എന്ന് പറയുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ്.
അപ്പൊ അതിന് കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ റിബട്ട് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ പ്രോസിക്യൂട്ടർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ എല്ലാ കേസും നമുക്ക് സക്സസ് ആയിക്കോളണമെന്നൊന്നുമില്ല. നമ്മളെക്കാളും അത് റിബട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സർക്കംസ്റ്റാൻസസ് അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് ആവശ്യം. അപ്പൊ ആ തെളിവുകളുടെ കൺസിഡർ ചെയ്തിട്ടാണ് കോടതി ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ പോലീസ് വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടാവില്ല. ഡിഫൻസിന് കുറച്ചും കൂടെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പരാജയപ്പെടും. പല കേസുകളിലും നിരപരാധികൾ കുറ്റക്കാരായിട്ട് കോടതിയുടെ മുന്നിൽ വരാറുണ്ട്. അത്തരം കേസുകൾ ഞാൻ നേരത്തെ പോലെ നമുക്ക് വായിച്ചാൽ നമുക്ക് അറിയാം. അപ്പൊ അത്തരം കേസുകളിൽ പാർട്ടീസിന് ചിലപ്പോ വ്യക്തിപരമായ വൈരാഗ്യമൊക്കെ ആയിരിക്കും. പോക്സോ ഒഫൻസ് ഇട്ടുണ്ട്, കുട്ടീനെ വിക്ടിമാക്കി ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത്തരം കേസുകളിലൊന്നും നമ്മൾ അങ്ങനെ വലിയ അതിനെ നമ്മൾ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യാറില്ല അത്തരം കേസുകൾ. പിന്നെ അതുപോലെ തന്നെ ഈ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനാണല്ലോ ജയിലുകളുള്ളത്. ശിക്ഷിക്കാനുള്ളത് കോടതി, അല്ല പാർപ്പിക്കാനുള്ള സ്ഥലം ജയില്. അപ്പൊ മുന്നൊക്കെ വെച്ച് ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോ എല്ലാരും പറയുന്നത് ജയിലത്തെ ആ ഒരു വാസം സുഖമാണ്, അവര് അവിടെ അനുബ്ധ ആക്കണ്ടാണല്ലോ, പക്ഷെ അവര് അവിടെ സുഖവാസമാണെന്ന് പറയുന്നുണ്ട്. അതിനോട് എങ്ങനെയാ മാം? ഒരാള് കുറ്റവാളിയാകുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ്. അപ്പോ നിയമത്തിന്റെ മുമ്പിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നു. ഇനിയിപ്പോ ജയിലിൽ സുഖവാസം ആണെങ്കിൽ പോലും അവരേനെ അവിടെ നന്നായി പണിയെടുപ്പിക്കുന്നുണ്ട് കേട്ടോ. ജയിലില് അവരേനെ ഈ എത്ര വർഷത്തേക്കാണ് അവരെ ശിക്ഷിക്കണമെങ്കിൽ അവിടെ അത്രയും വർഷം അവര് പട്ടിയെ പോലെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ജോലി ചെയ്യിക്കാൻ അവർക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണല്ലോ. ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു തന്ന അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ മാമിന് ഞങ്ങളുടെ വകയും എൻ്റെ പേരിലും ഞങ്ങളെ MESKVM കോളേജിന്റെ പേരിലും KSWDC വുമൺ സെല്ലിന്റെ പേരിലും നന്ദി അഭ്യർത്ഥിച്ചു.